സ്വാഗതം. ചാമ്പ്യൻസ് ട്രോഫി അടുത്തിരിക്കെ ഇന്ത്യൻ ടീം നേരിടുന്ന 3 പ്രശ്നങ്ങളുടെ വീഡിയോയുമായിട്ടാണ് മേക്ക് സ്റ്റുഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ICC ചാമ്പ്യൻസ് ട്രോഫി ആവേശകരമായി തുടക്കമാകാൻ പോവുകയാണ്. ഇത്തവണ പാകിസ്ഥാൻ ആതിഥേയരാകുമ്പോൾ ആരാവും കപ്പിലേക്ക് എത്തുക എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പാകിസ്ഥാൻ ആതിഥേയരെന്ന നിലയിൽ മുൻതൂക്കമുണ്ട്. എന്നാൽ ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ഇന്ത്യ അടക്കമുള്ള എല്ലാ ടീമുകളും വലിയ പ്രതീക്ഷയോടെയാണ് ചാമ്പ്യൻസ് ട്രോഫിയിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. ഇത്തവണ ഇന്ത്യക്ക് പരമ്പര നേടേണ്ടത് അഭിമാന പ്രശ്നമാണ്. ആദ്യ മത്സരത്തിൽ ബംഗ്ലാദേശിനെയാണ് ഇന്ത്യ നേരിടുന്നത്. ഇതിനുശേഷമാണ് എല്ലാവരും കാത്തിരിക്കുന്ന പാകിസ്ഥാനെതിരായ മത്സരം. രോഹിത് ശർമ്മ നയിക്കുന്ന ശക്തമായ താരനിരയാണ് ഇത്തവണ ഇന്ത്യക്കൊപ്പമുള്ളത്. ശുഭ്മാൻ ഗിൽ വൈസ് ക്യാപ്റ്റനായുള്ള ടീമിൻ്റെ ബാറ്റിംഗ് കരുത്തും ബൗളിംഗ് കരുത്തും ശക്തമായതിനാൽ കിരീട പ്രതീക്ഷകളും സജീവമാണ്. എന്നാൽ ആദ്യ മത്സരത്തിൽ ഇന്ത്യയുടെ പ്ലേയിങ് 11 എങ്ങനെയാവും? ഇന്ത്യയുടെ പ്ലേയിങ് 11 തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില തലവേദനകൾ ഇന്ത്യയുടെ ടീം മാനേജ്മെൻറ്റിന് മുന്നിലുണ്ട്. അതെന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ഹർഷ്ദീപോ ഹർഷിത് സിംഗോ, ഇവരിൽ ആര്? ഇന്ത്യയുടെ പേസ് നിരയിൽ ജസ്പ്രീത് ബുംറ ഇല്ല. പരിക്കേറ്റ ബുംറയെ ഇന്ത്യ ടീമിൽ നിന്ന് തഴഞ്ഞിരിക്കുകയാണ്. ബുംറയുടെ അഭാവത്തിൽ മുഹമ്മദ് ഷമി പേസ് നിരയിലുണ്ടാവും. ഹാർദിക് പാണ്ഡ്യ പേസ് ഓൾറൗണ്ടറായി ഉള്ളതിനാൽ ഇന്ത്യ 2 സ്പെഷ്യലിസ്റ്റ് പേസർമാരെ പരിഗണിക്കാനാണ് സാധ്യത. അങ്ങനെ വരുമ്പോൾ ഷമിക്കൊപ്പം ആരെന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇന്ത്യക്ക് പരിഗണിക്കാൻ സാധിക്കുന്നത് അർഷ്ദീപ് സിംഗ്, ഹർഷിത് റാണ എന്നിവരിൽ ഒരാളെയാണ്. ഇവരിൽ ആരെയാണ് ഇന്ത്യ പരിഗണിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഗൗതം ഗംഭീറിൻ്റെ പ്രിയപ്പെട്ടവൻ ഹർഷിത് റാണയാണ്. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിൽ ജോസ് ബട്ട്ലറുടെ വിക്കറ്റ് ഉൾപ്പെടെ ഭേദപ്പെട്ട പ്രകടനം നടത്താൻ ഹർഷിത്തിന് സാധിച്ചിരുന്നു. ഇടം കയ്യൻ പേസറായ ഹർഷ്ദീപ് സിംഗ് ഭേദപ്പെട്ട പ്രകടനം നടത്തിയെങ്കിലും ഗംഭീറിൻ്റെ പ്രിയപ്പെട്ടവൻ എന്ന് പറയാനാകില്ല. അതുകൊണ്ട് തന്നെ ഇവരിൽ ആരെ പരിഗണിക്കണമെന്നത് ടീം മാനേജ്മെൻറ്റിനെ കുഴപ്പിക്കുന്ന ചോദ്യമാണ്. രണ്ടാമത്തെ പ്രശ്നം ഋഷഭ് പന്തിനെ ബെഞ്ചിൽ ഇരുത്തേണ്ടി വരുമോ എന്നതാണ്. ഇന്ത്യ വിക്കറ്റ് കീപ്പർ റോളിൽ KL രാഹുലിനെയാവും കളിപ്പിക്കുക എന്നത് ഗൗതം ഗംഭീർ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വിക്കറ്റ് കീപ്പർ റോളിൽ ഋഷഭ് പന്തിന് പ്രതീക്ഷ വേണ്ട. എന്നാൽ ഋഷഭിനെ ഇന്ത്യ ബെഞ്ചിലിരുത്തണമോ എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഋഷഭ് പന്ത് എക്സ് ഫാക്ടറായ താരമാണ്. എല്ലാ എതിരാളികളും ഒരുപോലെ ഭയപ്പെടുന്ന താരങ്ങളിൽ ഒരാളാണ് ഋഷഭ് പന്ത്. അതുകൊണ്ട് തന്നെ ഋഷഭിനെ ഇന്ത്യ പുറത്തിരുത്തണമോ എന്നത് തലവെക്കുന്ന ചോദ്യമാണ്. ഋഷഭ് പന്തിനെ ഇന്ത്യ ഇംഗ്ലണ്ട് പരമ്പരയിൽ ഒറ്റ മത്സരം പോലും കളിപ്പിച്ചിരുന്നില്ല. ഋഷഭ് പന്തിനെ രോഹിത് ശർമ്മ പിന്തുണയ്ക്കുമ്പോഴും ഗൗതം ഗംഭീർ വലിയ പരിഗണന കൊടുക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ ഇന്ത്യ ഋഷഭ് പന്തിനെ കളിപ്പിക്കണമോ എന്നതാണ് കണ്ടറിയേണ്ടത്. 5-ാം നമ്പറിലേക്ക് അക്സർ പട്ടേലിനെ കൊണ്ടുവന്ന് ഋഷഭിൻ്റെ വിടവ് നികത്താൻ ഇന്ത്യക്ക് ഇംഗ്ലണ്ട് പരമ്പരയിൽ സാധിച്ചിരുന്നു. എന്നാൽ നിർണായക മത്സരത്തിൽ ഇന്ത്യ ഋഷഭിനെ പുറത്തിരുത്തിയാൽ അത് തിരിച്ചടിയാവാനും സാധ്യതയേറെയാണ്. മൂന്നാമത്തെ ചോദ്യം, കുൽദീപിനെ മറികടന്ന് വരുൺ എത്തുമോ? കുൽദീപ് യാദവ് ആയിരുന്നു ഇന്ത്യൻ ടീമിലെ സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ. എന്നാൽ അവസാന സമയത്ത് ഇന്ത്യ നിർണായകമായൊരു മാറ്റം ടീമിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. വരുൺ ചക്രവർത്തിയെ ടീമിലേക്ക് കൊണ്ടുവന്നതോടെ പ്ലേയിങ് 11 കുൽദീപോ വരുണോ എന്നതാണ് ആശങ്കയുണ്ടാക്കുന്ന ചോദ്യം. വരുൺ ദുബായിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള താരമാണ്. IPL മിന്നിക്കാൻ വരുണിന് സാധിച്ചിരുന്നു. എന്നാൽ കുൽദീപ് ചൈനാമൻ സ്പിന്നറാണ്. ഗംഭീർ വരുണിനെ പിന്തുണയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സർപ്രൈസായി കുൽദീപ് പുറത്തിരിക്കാനും സാധ്യതകളേറെയുണ്ട്.